വട്ടിയൂർക്കാവിൽ സിറ്റിംഗ് എം.എൽ.എ. വി കെ പ്രശാന്തിനെയാണ് CPM കളത്തിലിറക്കിയിരിക്കുന്നത്. അദ്ദേഹം പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയുമാണ്. ഏതായാലും ഹൈ വോൾട്ടേജിൽ തന്നെയാണല്ലേ പ്രചരണം? ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് അവർ പറയുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. കാരണം കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾ നിരന്തരമായി ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അവരെ ഏൽപ്പിച്ച ചുമതല ഞങ്ങൾ നിറവേറ്റി വരികയാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഒരു പ്രശ്നം, സമയം വളരെ കുറവാണ്, വലിയ ചൂടാണ്, 35 ഡിഗ്രി വരെ ചൂട് ഇപ്പോൾ ആയി. അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ ഈ പ്രചരണം നടത്തേണ്ടത്. അപ്പോൾ വലിയ വലിയ ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് 25,000-ന് മുകളിൽ ഭൂരിപക്ഷം ഞാൻ ആദ്യം ഘട്ടത്തിൽ തന്നെ പറയുന്ന ഒന്നാണ്. അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ നിലയിലാണ് പ്രവർത്തനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നിലവിൽ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ശക്തമായി നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഒരു തവണ കൂടി MLA ആയി ജയിച്ചു വന്നു കഴിഞ്ഞാൽ നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും? യഥാർത്ഥത്തിൽ ഞങ്ങൾ ചർച്ചാ വിഷയമാക്കുന്ന ഒരു കാര്യം അതാണ്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഈ ഗവൺമെൻറ് 1685 കോടി രൂപയുടെ വികസനങ്ങൾ ഒരു മണ്ഡലത്തിൽ നടത്തി. കേരളത്തിലെമ്പാടും നടത്തിയിട്ടുണ്ട്, ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ അത് ഒരു അല്ലെങ്കിൽ MLA സ്ഥാനം LDF-ലേക്ക് വന്നതിൻ്റെ ഭാഗമായി സംഭവിച്ച ഒന്നാണ്. അപ്പോൾ അത് മണ്ഡലത്തിലുടനീളം പ്രകടവുമാണ്. വിവിധ BMBC ചെയ്ത റോഡുകൾ, സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് സംവിധാനങ്ങൾ, മുടങ്ങിക്കിടന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ്റെ നടപടികൾ പൂർത്തീകരിച്ചത്, പേർക്കട മേൽപ്പാലം വന്നത്, അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഞങ്ങൾക്ക് വോട്ടുകളായി മാറുക. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 6 വർഷവും ജനങ്ങൾക്കിടയിൽ സജീവമായി ഞങ്ങളുണ്ട്. അപ്പോൾ ഇനിയൊരു പ്രത്യേക പ്രചരണം നടത്തേണ്ട കാര്യമില്ല. എതിരാളികൾ പറയുന്ന കള്ളപ്രചരണങ്ങളെ മുനയൊടിച്ചു വിടുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. 140 മണ്ഡലങ്ങളിലും ഏറ്റവും വീറും വാശിയുമുള്ള മത്സരം നടക്കുന്ന ഒരിടം കൂടിയാണ് വട്ടിയൂർക്കാവ്. ഏവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അവിടെ എതിരാളികൾ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ വിമർശനങ്ങൾ തകൃതിയായി ഉന്നയിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ വികസനങ്ങൾ അത് പരമാവധി ചർച്ചയാക്കാനുള്ള ലക്ഷ്യമാണല്ലേ നടക്കുന്നത്? അല്ല, ഞങ്ങൾ ഈ ഇലക്ഷൻ്റെ മുഖ്യ അജണ്ട വികസനം തന്നെയാണ്. വികസനം നടന്നിട്ടുണ്ട്, അത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ നേർസാക്ഷ്യം ഞങ്ങൾ ഒന്നുകൂടി സ്ഥാപിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികളൊക്കെ ശക്തർ തന്നെയാണ്. പക്ഷേ അവർ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു. ശ്രീ കെ മുരളീധരൻ 8 വർഷം ഇവിടെ MLA ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നടന്നു. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ജനങ്ങൾ നടത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥികൾ എത്ര തന്നെ ശക്തരായാലും അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന വിധമുള്ള വികസന മുന്നേറ്റം ഞങ്ങളിവിടെ നടത്തിയിട്ടുണ്ട്. അതെല്ലാം വോട്ടായി മാറുകയും ചെയ്യും. BJP സ്ഥാനാർത്ഥി R ശ്രീലേഖ നേരത്തെ വന്ന ഘട്ടത്തിൽ ഓഫീസ് പോരുമായി ബന്ധപ്പെട്ട് ബോർഡ് പോരിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവരാണ് ഇത്തരത്തിൽ അങ്ങയുടെ എതിരാളിയായി BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. കാരണം BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് BJP-ക്കാർക്കിടയിൽ തന്നെ അവമതിപ്പുണ്ട്. കാരണം പ്രധാനമന്ത്രി വരുമ്പോൾ പോലും കൈകൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം, അവർ നടത്തുന്ന തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ, അതെല്ലാം തന്നെ വലിയ അവമതിപ്പാണ് ആ ഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് മുൻ പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തിയെ കുറച്ച് കാണുന്നില്ല. ഞങ്ങൾ കൃത്യമായിട്ട് അവരുയർത്തുന്ന വിമർശനങ്ങളെ മറുപടി നൽകിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കെ സുധാകരൻ പാർട്ടി വിടുമെന്നുള്ള സൂചന രാവിലെ നൽകിയെങ്കിലും പിന്നീട് അദ്ദേഹം കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യം ഒരുപക്ഷെ നേതൃത്വത്തിന് കടുപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉൾപ്പെടെ കാര്യങ്ങൾ വരികയും ചെയ്തു. കോന്നിയിൽ മറിച്ചൊന്ന് സംഭവിച്ചാൽ താൻ ഉത്തരവാദിയല്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറയുകയും ചെയ്യുന്നത്. അദ്ദേഹം രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും പിന്നീട് പിൻവലിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ CPM-ലെ ഗുണകരമാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും ഐക്യമില്ലാത്ത ഐക്യജനാധിപത്യ മുന്നണിയാണല്ലോ LDF-നെ തോൽപ്പിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവർ ഈ പറയുന്ന പ്രചരണങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. കോൺഗ്രസ് നേതാക്കന്മാർക്ക് തമ്മിൽ തന്നെ സ്വരച്ചേർച്ചയില്ല, അഭിപ്രായ ഐക്യമില്ല. അവരെങ്ങനെയാണ് ഈ ഭരണത്തെ അട്ടിമറിക്കുക? അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ 110 സീറ്റിന് മുകളിലേക്ക് അവരെല്ലാം കൂടെ എത്തിക്കുമെന്നുള്ളതാണ് നമുക്ക് കാണേണ്ട ഒരു കാര്യം. അപ്പോൾ ആ നിലയിൽ തമ്മിലടിച്ച് നിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണോ നാടിന് വേണ്ടത്? പകരം ഇപ്പുറത്ത് മതസൗഹാർദ്ദത്തോടു കൂടി മതേതര ചിന്താഗതികൾ ഉയർത്തിപ്പിടിച്ച് വർഗീയ കലാപങ്ങളില്ലാതെ, പവർക്കട്ടില്ലാതെ വികസന മുന്നേറ്റം നടത്തുന്ന, ക്ഷേമ പരിപാടികൾ നടത്തുന്ന ഗവൺമെൻറ്റാണോ വേണ്ടത് എന്ന് ജനങ്ങൾ ചിന്തിക്കും. പലയിടങ്ങളിലും കോൺഗ്രസ് CPM-ൽ നിന്ന് വിട്ടുവന്ന ആളുകൾക്ക് പിന്തുണയൊക്കെ നൽകുന്നുണ്ട്. അതൊരു പക്ഷേ CPM-ന് തിരിച്ചടിയായി മാറുന്ന ഒരു ഘട്ടം ഉണ്ടാകുമോ? കാരണം G സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പലരും പാർട്ടി വിട്ട് സ്വതന്ത്രരായി മത്സരിക്കുകയാണ്. അല്ല, അത് ഞങ്ങൾക്ക് തിരിച്ചടിയാവുമെന്ന് കരുതുന്നില്ല. കാരണം ഇപ്പോൾ ഒരു വലിയ പാർട്ടി ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകൾ കാണും. ഇപ്പോൾ എനിക്ക് തന്നെ അടുത്ത തവണ എനിക്ക് MLA ആവണമെന്ന് ശടിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനകത്ത് യോഗ്യതയുള്ള എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം പരിഗണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ അനുഭവ സമ്പത്തും ഒരുപാട് അവസരങ്ങൾ കിട്ടുകയും ചെയ്ത നേതാക്കളെ പിന്നീട് മാനദണ്ഡങ്ങളുടെ പേരിൽ ഒഴിവാക്കുമ്പോൾ അവർ ചാടി അപ്പുറത്ത് പോവുക, അവർ സ്വീകരിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ പാർട്ടിയിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും അതൃപ്തരെ സ്വീകരിക്കാൻ കോൺഗ്രസ് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിനകത്തുള്ളവരെന്ത് ചെയ്യും? അവർക്ക് സീറ്റ് കൊടുക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്.
അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ദോഷകരമായി ബാധിക്കില്ല. അതൊക്കെ മറികടക്കാനുള്ള കൃത്യമായിട്ടുള്ള സംഘടനാ മിഷനറി ഞങ്ങൾക്കുണ്ട്. അപ്പോൾ മേയർ ബ്രോയിൽ നിന്ന് MLA ബ്രോയിലേക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.